നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കോട്ടയത്തെ ആകാശപാതയുടെ തൂണുകൾ ഒഴികെയുള്ള ഭാഗം പൊളിച്ചു നീക്കാൻ നിർദ്ദേശം പാലക്കാട് IIT, ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവയുടെ ബലപരിശോധനയിൽ പദ്ധതിക്ക് തടയിട്ടതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കേരള ബാങ്ക് ജീവനക്കാരുടെ ത്രിദിന പണിമുടക്ക് അവസാനിച്ചു. നഗരത്തിൽ പ്രകടനവും റീജിയണൽ ഓഫീസ് പടിക്കൽ ധർണയും. സഹകരണ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഫലം കണ്ടില്ലെന്ന് ജീവനക്കാർ. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് പാലായിൽ തുടക്കം. 1200 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. പാലാ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആതിഥേയർ. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരത്തിലെ ആകാശപാത പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. 2015-ൽ UDF സർക്കാരിന്റെ കാലത്താണ് ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതിക്ക് 5.18 കോടി രൂപ അനുവദിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നീങ്ങവെയാണ് ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. കോട്ടയം നഗരത്തിലെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് IIT, ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ നടത്തിയ ബലപരിശോധനയിലാണ് ഇക്കാര്യം പറയുന്നത്. അടിസ്ഥാന തൂണുകൾ ഒഴികെ മേൽക്കൂര മുഴുവൻ നീക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേസമയം ആദ്യഘട്ട നിർമ്മാണം നടത്തിയ കിറ്റ്കോയെ ഒഴിവാക്കി പകരം ഊരാളുങ്കൽ സൊസൈറ്റിയെ പണികൾ ഏൽപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കം നടക്കാതെ വന്നതോടെ പരിശോധനയിലൂടെ ആകാശപാതയ്ക്ക് തടയിട്ടതാണെന്ന് ആരോപണമുണ്ട്. അതേസമയം ആകാശപാതയെ കൊല്ലാൻ കാരണം കണ്ടെത്തിയതാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ മന്ത്രിയെ കൊണ്ട് പദ്ധതിക്കെതിരായി സംസാരിപ്പിച്ച സർക്കാരാണ് ഭരണത്തിലിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. എനിക്ക് ഗവൺമെന്റിൽ നിന്ന് 7-8 കത്തുകൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും സ്ട്രക്ചറൽ ഡിഫക്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നില്ലേ? അന്ന് ആദ്യത്തെ അത് പറയേണ്ടതല്ലേ? അത് പറഞ്ഞില്ലല്ലോ. കോടതി 7 പ്രാവശ്യം ആവർത്തിച്ചപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പറയണ്ടേ? അതൊന്നും പറഞ്ഞില്ല. അവസാനം ഇത് നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. ഇനിയിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് തുരുമ്പ് പിടിച്ചു എന്നാണ്. 9 വർഷക്കാലം മഴയും വെയിലും കൊണ്ട് ഒരു സ്ട്രക്ചർ നിന്നാൽ ആ സ്ട്രക്ചറിൽ തുരുമ്പ് വരുമെന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും പൊട്ടം കുട്ടിയുണ്ടോ? ചിലപ്പോൾ വന്നും തിരിക്കാം. അതിന് വേറെ മാർഗ്ഗമില്ലേ? എന്നാൽ പിന്നെ തുരുമ്പ് വരാതിരിക്കാനായിട്ട് 2 ലിറ്റർ പെയിന്റെങ്കിലും അടിക്കട്ടെ. അതൊന്നും ചെയ്തില്ല. അത് വെച്ചോണ്ടിരുന്നു. ബോധപൂർവമായിട്ട് ഇത് തകർക്കാൻ വേണ്ടി തന്നെ കാവൽക്കാരായി നിന്ന ആളുകളുണ്ട്. അവര് ഈ ഗവൺമെന്റിന്റെ പിന്തുണക്കാരായി പുറകിൽ നിന്ന് കൈയടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. UDF സർക്കാരിന്റെ കാലത്ത് 2015 ഡിസംബർ 22-നാണ് ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതിക്ക് 5.18 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് LDF സർക്കാർ അധികാരത്തിലെത്തിയത്. തുടർന്ന് കിറ്റ്കോയ്ക്കുള്ള ഫണ്ട് കുടിശ്ശികയായി. അതോടെ പണി സ്തംഭിച്ചു. അതേസമയം തട്ടിക്കൂട്ട് പദ്ധതി കൊണ്ടുവന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാഴായ പണം തിരിച്ചടയ്ക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് അനിൽകുമാർ ആവശ്യപ്പെട്ടു. ഇവിടെ അദ്ദേഹം നടത്തിയത് വികസനമായിരുന്നില്ല. വികസനം എന്താണെന്ന് കാണണമെങ്കിൽ അദ്ദേഹം തൃശ്ശൂരേക്ക് വരിക. യാത്ര ചെലവ് മുടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇല്ലെങ്കിൽ ശബരിമലയിൽ റോപ്പ് വേ ഉണ്ടാക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വരാം, കാണാം എങ്ങനെയാണ് LDF സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നത്. 1 ഇഞ്ച് സ്ഥലം ഏറ്റെടുക്കാതെ, എവിടെ ഒരു ലിഫ്റ്റ് സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കാതെ, ജനങ്ങളെ കബളിപ്പിക്കാൻ തട്ടിക്കൂട് പദ്ധതി ഉണ്ടാക്കി ഇതിനായി മുടക്കിയ മുഴുവൻ പണവും ഈ MLA വീട്ടിൽ നിന്ന് തിരിച്ചടയ്ക്കണം. ഇത് ജനങ്ങൾക്കെതിരായ വെല്ലുവിളിയാണ്, പണം അഴിമതിയാണ്, ധൂർത്താണ്. പദ്ധതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നഗരവാസികൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം അപകടകരമായി നിൽക്കുന്ന പദ്ധതി പൊളിച്ചു നീക്കണമെന്ന് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള ബാങ്ക് ജീവനക്കാർ നടത്തിവന്ന 3 ദിവസത്തെ പണിമുടക്ക് സമാപിച്ചു. 2ാം ദിനമായ വെള്ളിയാഴ്ച കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രകടനവും തുടർന്ന് റീജിയണൽ ഓഫീസ് പടിക്കൽ ധർണയും സംഘടിപ്പിച്ചു. കാലാവധി കഴിഞ്ഞ് 30 മാസം കഴിഞ്ഞ ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പാക്കുക, കുടിശ്ശികയായ 39% ക്ഷാമബത്ത അനുവദിക്കുക, മുൻ ശമ്പള പരിഷ്കരണത്തിലെയും ശമ്പള ഏകീകരണത്തിലെയും അപാകതകൾ തിരുത്തുക, കേരള ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ കാലാനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ പണിമുടക്കുന്നത്. പ്രസ്തുത ആവശ്യങ്ങൾ ഉന്നയിച്ച് 2024 ഫെബ്രുവരി മാസത്തിൽ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സഹകരണ മന്ത്രി തൊഴിലാളി സംഘടനകളുമായി
ചർച്ച നടത്തുകയും അടിയന്തര പരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 9 മാസം കഴിഞ്ഞിട്ടും പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ത്രിദിന പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പ്രതിഷേധ പ്രകടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് കുഞ്ഞിലമ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ KK രാജു ആമുഖ പ്രസംഗം നടത്തി. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിയൻ മാത്യു, AKBF കോട്ടയം ജില്ലാ സെക്രട്ടറി ഹരിശങ്കർ, കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി KD അനിൽകുമാർ, ബിജു ജോസഫ്, മാത്യു കുര്യൻ, PK ബാലചന്ദ്രൻ, ഷാജി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് പാലാ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. പാലാ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളാണ് ആതിഥേയർ. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് പാലാ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പാലായാണ് ആതിഥ്യമരുളുന്നത്. 40ാമത് സംസ്ഥാന ടെക്നിക്കൽ കായികമേളയാണ് പാലായിൽ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്നുമായി 1200ഓളം കായിക താരങ്ങൾ മാറ്റിയിരിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് ശേഷമായിരുന്നു ഉദ്ഘാടനം. മാർച്ച് പാസ്റ്റിന് ജോസ് കെ മാണി MP സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് പതാക ഉയർത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ടെക്നോളജി ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാകുമ്പോൾ ആ മേഖലയിൽ വിദഗ്ധരായവരെ രൂപീകരിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ. ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ പൊതുവിൽ പ്രവൃത്തിമുഖ വിദ്യാഭ്യാസത്തിന് കൂടുതൽ സാധ്യതകളാണുള്ളത്. എല്ലാ കാര്യങ്ങളും പ്രായോഗികമായ പരിശീലനത്തിലൂടെ തന്നെ മനസ്സിലാക്കാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യപ്രാപ്തിയും വ്യക്തിത്വ വികസനവും ഒക്കെ ഈ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് സാധ്യമാകുന്നു എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. നഗരസഭാ ചെയർമാൻ ഷാജു ദുരിതൻ അധ്യക്ഷനായി. ജോസ് കെ മാണി MP മുഖ്യപ്രഭാഷണം നടത്തി. പാലായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ 40ാമത് കേരള സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ഈ കായികമേള ഒരു കായിക ഉത്സവമായി ഇന്ന് പാലായി മാറിയിരിക്കുകയാണ്. മനോഹരമായ മാർച്ച് പാസ്റ്റ് നമ്മൾ കണ്ടു. ഏതാണ്ട് 39 സാങ്കേതിക വിദ്യാഭ്യാസ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ 9 IHRD സ്കൂളിൽ നിന്നും അങ്ങനെ 48 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്, കായിക താരങ്ങളാണ് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ എല്ലാ വിജയാശംസകളും നേർന്നുകൊള്ളുകയാണ്. ഒളിമ്പ്യൻ KP ബിമിൻ ദീപശിഖ കൈമാറി. മാർച്ച് പാസ്റ്റിൽ 1ാം സ്ഥാനം മഞ്ചേരി ഗവൺമെന്റ് THS കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം പാക്കിൽ 15 പടിയിൽ കുറുവാ സംഘം എത്തിയതായി സംശയം. പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി തമിഴ് സംസാരിക്കുന്ന 5 അംഗ സംഘം കറങ്ങി നടക്കുന്നതായി നാട്ടുകാർ. കോട്ടയം പാക്കിൽ 15 പടിയിൽ കുറുവാ സംഘം എത്തിയതായി പ്രദേശവാസികളുടെ സംശയം. പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി തമിഴ് സംസാരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 5 അംഗ സംഘം വീടുകളിൽ കയറി ഇറങ്ങുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം സംശയം തോന്നിയ നാട്ടുകാർ ഈ സംഘത്തിലെ ഒരാളോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നാട്ടുകാരോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. പകൽ നേരങ്ങളിൽ പല സമയങ്ങളിലായിട്ടാണ് ഇവർ വീടുകളിൽ വന്നുകൊണ്ടിരുന്നത് എന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് 4-5 പുരുഷന്മാരും കുറേ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇതിലെ തമിഴിനാണെന്നുള്ള പേര് നമുക്ക് തന്നായിട്ടില്ല. കാരണം അവർ തമിഴാണല്ലോ സംസാരിച്ചത്. ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു, ഇന്ന പോലെ ആ വീട്ടിൽ ആളില്ലെന്ന് പറഞ്ഞു. അവരുണ്ട് എന്നോട് കയർത്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. உங்களுக்கு എന്നാ വിഷയം എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയമാണ് നമുക്ക് വരുന്നത്. ഞങ്ങളിപ്പോൾ എല്ലാം വീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പാക്കിൽ 15 പടിയിലുള്ള ആൾക്കാരെല്ലാം കൂടെ വീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രി 10 മണി മുതൽ നാട്ടുകാർ സംഘം ചേർന്ന് ഈ കുറുവാ സംഘത്തിനായുള്ള പരിശോധനകൾ സമീപ പ്രദേശങ്ങളിൽ നടത്തിയിരുന്നു. ചിങ്ങവനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആളുകൾ രാത്രികാലങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും ഒറ്റയ്ക്ക് നേരിടാൻ പോകരുതെന്നും പോലീസ് സംഘം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KSTA കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സമ്മേളനം പൊൻകുന്നത്ത് സമാപിച്ചു. വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV സുധീർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തി KSTA കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സമ്മേളനത്തിന് പൊൻകുന്നത്ത് സമാപനമായി. വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KC
സുധീർ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച പ്രകാരം സംഘടനയുടെ ജില്ലാ കമ്മിറ്റികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 30% ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയിൽ എത്ര ശതമാനം ഉണ്ടാവണം? വനിതകൾ 30%. ജില്ലാ കമ്മിറ്റിയിൽ വനിതകൾ വേണമെങ്കിൽ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും എല്ലാം വനിതകളായി തെരഞ്ഞെടുക്കേണ്ടിയും വരും. നിർബന്ധമായും തെരഞ്ഞെടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അവിടെ 30% ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ നിർബന്ധമായും വനിതാ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും വന്നില്ലെങ്കിൽ അവിടെ 30% തികയാതെ വരും. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റി എന്ത് ചെയ്യും? കർശനമായും ഇതൊക്കെ നടപ്പിലാക്കണം. അപ്പോൾ വനിതകൾ 70% അല്ലെങ്കിൽ 70%-ലധികമായ ഈ സംഘത്തിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ വനിതാ പങ്കാളിത്തം ഉണ്ടാക്കണം എന്നതാണ് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചത്. സമ്മേളനത്തോടനുബന്ധിച്ച് രാവിലെ പതാക ഉയർത്തലിന് ശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. സബ് ജില്ലാ കമ്മിറ്റി അംഗം സുജ ജോസഫ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് ആദിറാമസ് അനുശോചന പ്രമേയം പാസാക്കി. തുടർന്നായിരുന്നു സമ്മേളനം. സംഘാടന സബ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ MR അധ്യക്ഷനായി. ബൈജു ടി വർഗീസ്, ആർ രാജേഷ്, ടിനോ വർഗീസ്, രാജമ്മ TR തുടങ്ങിയവർ പങ്കെടുത്തു. KSTയുടെ 34ാമത് സംസ്ഥാന സമ്മേളനം 2025 ഫെബ്രുവരിയിൽ കോഴിക്കോട് നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സൂപ്പർ ന്യൂമററായി ജോലി ചെയ്യുന്ന ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള NGO യൂണിയൻ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ നടത്തി. കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉദയൻ VK ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ ന്യൂമററിയായി ജോലി ചെയ്യുന്ന ഭിന്നശേഷി ജീവനക്കാരുടെ തസ്തിക ക്രമീകരണം പൂർത്തിയാക്കുക, സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുക, ഭിന്നശേഷി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അഡ്വാൻസ് അനുവദിക്കുക, സ്ഥലമാറ്റം മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയൻ സെക്രട്ടേറിയറ്റിന് മുന്നിലും സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലും കൂട്ടധർണ നടത്തി. കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉദയൻ VK ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഗവൺമെന്റ് യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ സൂപ്പർ ന്യൂമററി തസ്തികയിലേക്ക് കുറേയധികം ആളുകളെ നിയമിച്ചു. സൂപ്പർ ന്യൂമററി തസ്തികയിലേക്ക് ആളുകളെ നിയമിക്കുമ്പോൾ സ്ഥിരം തസ്തികയിലേക്ക് നിയമിക്കുന്ന ആളുകൾ കിട്ടുന്ന എല്ലാ പരിഗണനയും യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കുന്നില്ല. ആ സൂപ്പർ ന്യൂമററി തസ്തികയിലേക്ക് നിയമിച്ച ആ വിഭാഗം ആളുകളെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യഥാസമയം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ജില്ലാ പ്രസിഡന്റ് T ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KR അനിൽകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിമൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. സംസ്ഥാന രക്ഷാധികാരി V സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുമ്പിൽ കെട്ടിട വാടകയിൽ ഏർപ്പെടുത്തിയ 18% GST ഒഴിവാക്കുക, GST കൗൺസിൽ വ്യാപാരി വ്യവസായി പ്രാതിനിധ്യം ഉറപ്പാക്കുക, വ്യാപാരികൾക്ക് പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധർണ നടത്തി. BVVS ജില്ലാ പ്രസിഡന്റ് ശരത് ചന്ദ്രൻ മീനടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന രക്ഷാധികാരി V സദാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്, ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം, ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത അവകാശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഉയർച്ചയ്ക്ക്, ഈ രാജ്യത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക, സാംസ്കാരികമായിട്ടുള്ള എല്ലാ ഉയർച്ചകൾക്കും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ മുഴുവൻ സംഭാവനകളും നടത്തുന്നുണ്ട് എങ്കിൽ അടുത്ത 10-15 വർഷത്തേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ FCIയുടെ ഗോഡൌണിൽ സുരക്ഷിതമായി ഇപ്പോൾ ഉണ്ടായെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു രാജ്യമായി ഒരു യുദ്ധം ഉണ്ടായാൽ പോലും ഇന്ത്യയിലുള്ള ഒരു ജനങ്ങൾക്കും ഒരു വ്യക്തിക്ക് പോലും പട്ടിണി കിടക്കണ്ട എന്നുള്ള ഒരു നഗ്ന സത്യം ഉണ്ടായെങ്കിൽ അതിന് കൃത്യമായ തെളിവ് കോവിഡ് കാലത്ത് തുടങ്ങിവെച്ച റേഷൻ വിതരണം 80 കോടി ജനങ്ങൾക്ക് ഇന്നും സൗജന്യമായി ഭാരത സർക്കാർ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ ഭക്ഷ്യസുരക്ഷാ മേഖലകളും ഭാരതത്തിൽ
ഭാരതത്തിന്റെ സൈനിക മേഖലകളും ഭാരതത്തിന്റെ വിദേശ നാണ്യ മേഖലകളും എല്ലാം തന്നെ സുരക്ഷിതമാണ്. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. അഭിഭാഷക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി അശോക്, BVS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല നായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജയപ്രകാശ് തെക്കേടത്ത്, വൈസ് പ്രസിഡന്റ് MK ഷൈജുലാൽ, ജില്ലാ ട്രഷറർ ബിജു പൊടിക്കളം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള നിവേദനം ജില്ലാ കളക്ടർ, GST കമ്മീഷണർ എന്നിവർക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയം ജനറൽ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ഗാന്ധിനഗർ SME കോളേജിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് വേറിട്ടതായി. എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയം ജനറൽ ആശുപത്രി സംഘടിപ്പിച്ച എയ്ഡ്സ് ദിനാചരണ പരിപാടി ഹോസ്പിറ്റൽ RMO ആശ P നായർ ഉദ്ഘാടനം ചെയ്തു. HMC മെമ്പർ PK ആനന്ദക്കുട്ടൻ, ഡോക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് കോട്ടയം ഗാന്ധിനഗർ SME കോളേജിന്റെ നേതൃത്വത്തിൽ എയ്ഡ്സ് ദിനാചരണ ബോധവൽക്കരണ ക്യാമ്പും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ഫ്ലാഷ് മോബിൽ 50ഓളം കുട്ടികൾ അണിനിരന്നു. നഗരത്തിൽ പ്രധാന ഇടങ്ങളിലെല്ലാം ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടയം ജനറൽ ആശുപത്രി സംഘടിപ്പിച്ച എയ്ഡ്സ് ദിനാചരണ പരിപാടി ഹോസ്പിറ്റൽ RMO ആശ P നായർ ഉദ്ഘാടനം ചെയ്തു. HMC മെമ്പർ PK ആനന്ദക്കുട്ടൻ, ഡോക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് കോട്ടയം ഗാന്ധിനഗർ SME കോളേജിന്റെ നേതൃത്വത്തിൽ എയ്ഡ്സ് ദിനാചരണ ബോധവൽക്കരണ ക്യാമ്പും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ഫ്ലാഷ് മോബിൽ 50ഓളം കുട്ടികൾ അണിനിരന്നു. നഗരത്തിൽ പ്രധാന ഇടങ്ങളിലെല്ലാം ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയത്തെ ആകാശപാതയുടെ തൂണുകൾ ഒഴികെയുള്ള ഭാഗം പൊളിച്ചു നീക്കാൻ നിർദ്ദേശം പാലക്കാട് IIT, ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവയുടെ ബലപരിശോധനയിൽ. പദ്ധതിക്ക് തടയിട്ടതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കേരള ബാങ്ക് ജീവനക്കാരുടെ ത്രിദിന പണിമുടക്ക് അവസാനിച്ചു. നഗരത്തിൽ പ്രകടനവും റീജിയണൽ ഓഫീസ് പടിക്കൽ ധർണയും. സഹകരണ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഫലം കണ്ടില്ലെന്ന് ജീവനക്കാർ. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് പാലായിൽ തുടക്കം. 1200 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. പാലാ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആതിഥേയർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.